രാജാധിരാജൻ വരുന്നിതാ, തൻ്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേ ഞാൻ, കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ. കാലങ്ങൾ ദീർഘമാകല്ലേ, ഇനിയും കാലങ്ങൾ ദീർഘമാക്കല്ലേ, കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയും കാലങ്ങൾ ദീർഘമാക്കല്ലേ. പീഡകൾ വന്നാലും ഭയമെനിക്കില്ല, പാടുകൾ സഹിച്ച ക്രിസ്തു എന്നായകൻ വൻകൃപ തന്നിടുമേ. തൻ്റെ വൻകൃപ തന്നിടുമേ, വൻകൃപ തന്നിടുമേ, തൻ്റെ വൻകൃപ തന്നിടുമേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി നന്ദി. രാത്രികാലം അത്ഭുത അതിശയമായി ഉറങ്ങുവാൻ തക്കണം ഞങ്ങളെ സഹായിച്ചല്ലോ, സ്തോത്രം. ഹാലൊരു പുതിയ ദിവസത്തിലേക്ക് ഉണർത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പോൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാഥ, ഇന്നുവരെ ഞങ്ങളെ സഹായിച്ച ദൈവം, പരിപാലിച്ച ദൈവം, കരുതിയ ദൈവം, പിന്നെ ഞങ്ങളെ കരുതാൻ സർവ്വശക്തനായ ജ്ഞാന പൊന്നുകരങ്ങളിലോട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് പോൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണമേ. പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെ ഇരിക്കണമേ. ജോലി കാര്യങ്ങളെ ചെതിർപ്പാൻ ശക്തീകരിച്ച് സഹായിക്കണമേ കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ അപ്പാ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളെ, ഹല്ലേലൂയ, 10, 11, 12 കുഞ്ഞുങ്ങൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം 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 കർത്താവേ. എൻ്റെ ദൈവമേ, BSc നഴ്സിംഗിന്, എഞ്ചിനീയറിംഗ്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, ഹല്ലേലൂയ കർത്താവ്. OIT, IELTS പഠിക്കുന്നവരെ, മറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ജർമ്മൻ പഠിക്കുന്ന മക്കളെ എല്ലാം കർത്താപ്പച്ചൻ്റെ കരങ്ങളിലോട്ട് തരികയപ്പാ. ഇന്നുവരെയും അത്ഭുത അതിശയമായി നടത്തി ദൈവം, കരുതുന്ന ദൈവം, വീണ്ടും ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരുതണമേ. ബുദ്ധിയോടെ ജ്ഞാനത്തോടെ ദൈവകൃപയോടൊക്കെ പഠിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അദൃശ്യമാർന്ന കരവലയത്തിനുള്ളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചാർത്ത് പിടിക്കണമേ. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. ശത്രു അവരെ കാണരുതേ, ദുഷ്ടപിശാച് അവരെ തുടരുതേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു തമ്പുരാനെ. ഹല്ലേലൂയ, സ്തോത്രം 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 കർത്താവേ. ഞങ്ങളുടെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഉള്ള കാര്യത്തിൽ വഹിക്കണം. ശാരീരികമായും മാനസികമായും അവരെ ബലപ്പെടുത്തിക്കൊള്ളാം. എല്ലാ നന്മയും കർത്താവ് കൊടുത്തു സൂക്ഷിക്കുമാണ്. എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും ഓരോ മക്കളെയും വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണമേ കർത്താവേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം വളർത്തിത്തരണേ. ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിക്കണേ. ദൈവാശ്രയത്തിൽ വളരാൻ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവ്. ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. അഖിലാണ്ടത്തിൻ്റെ ഉടയവനെ, ഹല്ലേലൂയ കർത്താവേ. കേൾപ്പാൻ കഴിയാതണോ ആ ചെവി മന്ദമായി പോയിട്ടില്ല. സഹായിപ്പാൻ കഴിയാതണോ ആ കരം കുറുതല്ലല്ലോ കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും അടുത്ത് തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. തൻ്റെ മക്കൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്തേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ കർത്താവേ. ഒരിക്കലും അങ്ങയുടെ പാദപീഠം ചേർന്ന് കടന്നു വരുന്നവർ ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. ഞങ്ങളുടെ വിശ്വാസം ചേർന്ന് പോകാൻ സമ്മതിക്കരുതേ കർത്താവേ. ഉപജീവനമാർഗത്തിൻ്റെ വക ഓരോ മക്കൾക്കും തുറന്നു കൊടുത്ത് സഹായിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം അത്ഭുതം ചെയ്തിരിക്കുകയാൽ നന്ദി പറയുക.
ശത്രു അടച്ച എല്ലാ വാതിലും സ്വർഗം തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയഹാലിൽ ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ. ആണും പെണ്ണുമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണ ലഭിക്കണം. അവരുടെ വിവാഹം നടക്കണം. സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനായി ഞങ്ങളെ സഹായിക്കുമാറാകണം കർത്താവേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ട്. നിൻ്റെ സന്തോഷത്താലും സമാധാനത്താലും ഓരോ മക്കളെയും നിറയ്ക്കണമേ. ആരും ഹാലലി ചിഹ്നഭിന്നമായിപ്പാൻ സമ്മതിക്കരുതേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ടപ്പാ. ഹാലലൂയ കർത്താവ്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന പല ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യാത്ര ചെയ്യേണ്ടത് ജോലി ചെയ്യേണ്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പാ. അവരെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, മാസന്തികോളം കൂടിയിരിക്കണമേ, സുഖപ്രസവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. കടഭാരമുള്ള മക്കളെ ഞങ്ങൾ സമർപ്പിക്കട്ടെ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് അവിടുന്ന് അഖിലാണ്ടത്തിൻ്റെ ഉടയനോടുന്ന് അവിടുത്തെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. തൻ്റെ മക്കളുടെ ഭാരം പറഞ്ഞ് വേദനയറിഞ്ഞവരെ സഹായിക്കുമാറാകണം. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അത് നിശ്ചയമായി ഞങ്ങളുടെ കണ്ണാലെ അത് കാണുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവ്. വാടക ഭവനങ്ങളിൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പോൾ അവരുടെ വാടക ഭവനം ഒന്നൊഴിഞ്ഞ് സ്വന്തം ഭവനത്തിലൊന്ന് തലചായ്പാൻ തക്കണം. ദൈവം സകല വഴികളും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂതനെ ഇറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളുണ്ട് കർത്താവെ. അവർക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം സ്തോത്രം അപ്പാ സ്തോത്രം ദൈവമായ കർത്താവെ. ഈ സമയം ഹാലലി ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും രോഗികളെയും ദുഃഖത്തിനെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖമനുഭവിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നപ്പോൾ എല്ലാ ഹൃദയത്തിലും സമാധാനം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന പുതുവർഷക്കാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയുമായി തീരട്ടെ. കുടുംബത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാ സർവ്വത്തിലെ അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ. ഈ സമയത്ത് യാത്ര ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താപ്പച്ചൻ കൂടെ ഇരിക്കുമാറാകണമേ. നിത്യസ്ഥാനത്തെത്തുവോളം കൃപയിൽ അവരെ മറയ്ക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ. മധ്യത്തിലും മയക്കുമരുന്നിന് കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ടപ്പാ. മാനസാന്തരത്തിനായിട്ട് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് മാനസാന്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ. ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങൾ അരുതാത്തതിലൊക്കെ അകപ്പെട്ട് മാതാപിതാക്കൾ വളരെയധികം വേദനിക്കുന്നു. ഫോണിന് അടിമപ്പെട്ടവർ, കൂട്ടുകാർക്ക് അടിമപ്പെട്ടവർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങൾ ഹാലയിലെ വിദ്യാഭ്യാസം ഹാലയിലെ കർത്താവ് പൂർത്തീകരിക്കാതെ ഹാലയിലെ പാതി വഴിയിൽ ഇട്ടിട്ട് നടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പോൾ അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു കർത്താവെ. അവരുടെ കണ്ണുനീരിന് മറുപടിയുമായി സ്വർഗം ഇറങ്ങണമേ. കുഞ്ഞുങ്ങളോട് സംസാരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവ്. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ അപ്പച്ചൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കട്ടെ നാഥ. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സ്വർഗം വേണ്ടുന്നെല്ലാം ഓരോ നിമിഷവും കൊടുത്ത് സഹായിക്കണമേ. ആർക്കും ഒരു കഷ്ടമോ ഭാരമുണ്ടാകാൻ അനുവദിക്കല്ലേ. വേണ്ടുന്നെല്ലാം സ്വർഗത്തിലെ അപ്പച്ചൻ കരുതിയൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ സ്വർഗം ഓരോ നിമിഷവും വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിക്കണേ. ഓരോ മക്കളുടെയും യാത്രകളിലും കൂടെ ഇരിക്കണമേ കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. പാലും സുഖങ്ങൾ വില കിട്ടാതെ വിശന്നിരിക്കുകയും ഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമരത്തിൽ നിന്ന് വചനമാകത്താവേ. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന കുഞ്ഞുങ്ങളൊന്നും ലജിച്ചുവാൻ ഇന്നുവരെ സമ്മതിച്ചിട്ടില്ല. പിന്നെയും സ്വർഗം അവിടുന്ന് കരുതണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ്. ഈ സമയം ഞങ്ങളുടെ രോഗികളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പോൾ ഭവനങ്ങളിലും ആശുപത്രിയിലുമായിരിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായിട്ട് ഏൽപ്പിക്കുന്നു കർത്താവേ. നീ അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാ. ആണിപ്പടുത്തുള്ള കാര്യം ഓരോ മക്കളുടെ മേലും വയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മ രോഗികളുടെ ഹല്ലേലൂയ കർത്താവേ. ദൈവമായ കർത്താവേ. അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ കർത്താവെ. കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലപൊടി കഴിയുന്ന ജീവിതങ്ങൾ, സ്തോത്രം സ്തോത്രം. നടക്കുവാൻ കർത്താവെ ബലമില്ലാത്തവർ, കൈകാൽക്ക് ബലമില്ലാതെ കിടക്കയിലായിരിക്കുന്ന ജീവിതങ്ങൾ, വീൽചെയറിലായിരിക്കുന്ന ജീവിതങ്ങൾ നാഥാ നീ കരുണ തോന്നണം, മനസ്സലിയണം, അത്ഭുതം ചെയ്യണം. അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കൾ ഹല്ലേലൂയ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട് കർത്താവെ. ജന്മനാൽ കുഞ്ഞുങ്ങളെ ചൊല്ലി വേദനയോടെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ട മക്കളുണ്ടപ്പാ.
നീ പരിഹാരവുമായി ഇറങ്ങണമേ. സൗഖ്യദായകരെ കരുണ കാണിക്കണമേ. അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ടപ്പാ. ഹല്ലേലൂയ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. സൗഖ്യം തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സ്തോത്രത്തോട് നന്ദിയോട് സമർപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. അങ്ങ് അത്ഭുതവാനും വീരനാന്തയോ നിത്യപിതാവുമാ. ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുക, സ്തോത്രം ചെയ്യും. ഞങ്ങൾ പലപ്പോഴും മറന്നുപോകും, നന്ദി കെട്ടവരും അവിശ്വസ്തരുമാ. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവമുണ്ട്, മറുപടി അയച്ച് ദൈവമുണ്ട്, ശക്തീകരിച്ച ദൈവമുണ്ട്. നന്ദിയപ്പ, നന്ദി, സ്തോത്രം. പിന്നെയും ഹല്ലേലൂയ. വേദനിക്കുന്ന ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം വയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രപ്പ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ എൻ്റെ അപ്പൻ്റെ കാൽവർ കുരിശിലെ ഒരു തുള്ളി രക്തം മതിയപ്പ സകല രോഗങ്ങൾക്കും സൗഖ്യമുള്ളതാകിയാൽ സ്വർഗം തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. സങ്കടത്തോടെ, ഭാരത്തോടെ, വേദനയോടെ പ്രാർത്ഥിച്ചാൽ കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൻ്റെ നടുവിൽ സ്വർഗം ഇറങ്ങണം, സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം. യാതൊരുവിധ ഭാരമോ പ്രയാസമോ പ്രതികൂലമോ കഷ്ടമോ സങ്കടമോ ഉണ്ടാകാൻ ഇടയാകാതെ സ്വർഗത്തിലെ ദൈവമേ നീ അവിടുന്ന് അത്ഭുതം ചെയ്ത് മാനിച്ച് ജയകരമായി നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വഴികളിലും കൂടിയിരിക്കണേ. സമാധാനത്തോടെ കാത്തുകൊള്ളണേ. നന്മ കൊണ്ട് നിറയ്ക്കണേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ശത്രുവായൻ്റെ പോരുകളോ തന്ത്രങ്ങളോ കെണികളോ കുടുക്കുകളോ ആഭിചാരത്തിൻ്റെ ശക്തിയോ നേർച്ച ശക്തിയോ അന്യായമായതൊന്നും ഒരു മക്കളെയും തൊടുവാൻ സമ്മതിക്കാതെ സ്വർഗത്തിലെ ദൈവമേ ഓരോ മക്കളെയും അവിടുത്തെ രക്തക്കോട്ടകളിൽ ബന്ധിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ ഓർക്കുന്നു കർത്താവ്. കാൽവരത്തുമേ എൻ്റെ മക്കൾക്കും ഹാലലിയെല്ലാം ഭംഗിയായി ചെതിർപ്പാൻ കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേല നിമിത്തം കഷ്ടമനുഭവിക്കുന്ന ജീവിതങ്ങൾ, ജയിൽവാസം അനുഭവിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കട്ടെ അപ്പ. പ്രത്യേകിച്ച് ഈ സമയം ഞങ്ങൾ വയനാടിൻ്റെ പ്രദേശത്തെ ഓർക്കുന്നു നാഥ. സൂക്ഷിക്കണേ അപ്പ, പിന്നെയും സഹായിക്കണേ. ജനത്തോട് കരുണ കാണിക്കണേ അപ്പ. സമാധാനമായി ജീവിപ്പാൻ വേണ്ടുന്നതെല്ലാം കർത്താവ് കരുതിയൊരുക്കി ഇത്രത്തോളം സഹായിച്ചെങ്കിൽ കർത്താവെ ഇനി ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാൻ അനുവദിക്കാതെ ശേഷിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിച്ച് അവരുടെ വേദനകളെ ഭാരങ്ങളൊക്കെ കർത്താവ് എടുത്തു മാറ്റി തൻ്റെ മക്കളെ സഹായിച്ച് സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ഈ ഹാലിൽ നെഞ്ച് തകർന്ന വേദനിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പ. അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണം, അവർക്ക് ആശ്വാസം കൊടുക്കണം, അവർക്ക് സമാധാനമായി എൻ്റെ അപ്പൻ ഇറങ്ങണം. അവർക്ക് വേണ്ടുന്നെല്ലാം കരുതി ഒരുക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷാപ്രവർത്തനം നടത്തുന്ന മക്കളെ കർത്താവ് കാത്തുകൊള്ളണേ, സൗഖ്യത്തോടെ സൂക്ഷിക്കണം. അവരുടെ കുടുംബങ്ങളോട് മനസ്സലിയണമേ കർത്താവെ. പ്രത്യേകിച്ച് സഹായഹസ്തമായി കടന്നു ചെന്ന ഓരോ മക്കളെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിച്ച് എൻ്റെ സ്വർഗം മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് സമർപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം ജീവിക്കാൻ ആവശ്യമായിരുന്ന ദൈവകൃപതകളെ സൂക്ഷിക്കണം. പിന്നെയും പ്രാർത്ഥിക്കാനുള്ള വിഷയം സ്വർഗം ഓർത്തിരിക്കാൻ സ്തോത്രം. മറുപടി അയച്ചിരിക്കുകയാൽ നന്ദി. അടിയൻ മറക്കും കർത്താവ്, നന്ദി. മറക്കാത്ത ദൈവമാകിയാൽ നന്ദി. എല്ലാറ്റിൻ്റെ മേലും ജയം തരണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.